കാസർഗോഡ് മുനിസിപ്പൽ മത്സ്യ മാർക്കറ്റിന് പുതിയ കെട്ടിടം നിലവിൽ വന്നെങ്കിലും കഥ പഴയതിലും ദുരിതം. നീക്കം ചെയ്യാത്ത മാലിന്യ കൂമ്പാരങ്ങളും കെട്ടിക്കിടക്കുന്ന അഴുക്കുവെള്ളത്തിനും ഇടയിലിരുന്നാണ് സ്ത്രീകൾ ഇവിടെ മത്സ്യവിൽപ്പന നടത്തുന്നത്. ബാത്റൂമുകളാകട്ടെ എല്ലാ നാഥനില്ല കെട്ടിടങ്ങളിലേതുമെന്ന പോലെ ഇവിടെയും സാമൂഹ്യദ്രോഹികളുടെ ഇടത്താവളമാകുന്നു. ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും വെള്ളം, വൈദ്യുതി എന്നതൊക്കെ വല്ലപ്പോഴും ലഭിക്കുന്ന ഒരു ആനുകൂല്യം മാത്രമാണെന്നും ഇവിടെ മത്സ്യവിൽപ്പന നടത്തുന്ന സ്ത്രീകൾ പറയുന്നു. ഒരു വേസ്റ്റ് ഇടാനുള്ള സൗകര്യം വരെ ഇടില്ലേ മാർക്കറ്റിൽ? വെള്ളമുണ്ടാ? ഇന്നൊരു ദിവസം വെള്ളം ഉണ്ടെങ്കിൽ ഒരാഴ്ച വെള്ളമില്ല, ഒരാഴ്ച വെള്ളം ഉണ്ടെങ്കിൽ ഒരാഴ്ച വെള്ളമില്ല. ബാത്റൂമും അതും ഇതുവരെ നാറിയിട്ട് കയറാൻ വരെ പറ്റുന്നില്ല. അവിടെ എന്ത് മാർക്കറ്റ് ഇത്? ഇതാ മാർക്കറ്റ്? അതല്ല, കറണ്ടും ഇല്ല, ഒന്നുമില്ല. ഇത് അടിയിലെല്ലാം ചളിയെല്ലാം കെട്ടി നിന്നിട്ട് ഞങ്ങൾക്ക് കൊതും ഇതെല്ലാം കൊച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ഞങ്ങളിവിടെ നിൽക്കേണ്ടത്? ഞങ്ങൾ പറ. പിന്നെ അടിയെല്ലാം സ്റ്റാളിന്റെ അടിയെല്ലാം നോക്കി എങ്ങനെ ഉണ്ടെന്ന് ഓർ വന്നിട്ട് ഇതവിടെ കാണുന്ന ജാത്ത മാത്രം വൃത്തിയാക്കുന്നത്, ബാക്കിയുള്ള ജാത്തൊന്നും വൃത്തിയാക്കുന്നില്ല. മിക്കപ്പോഴും വലിയ ഫണ്ടുകൾ ചിലവഴിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഉപയോഗശൂന്യമാകുന്നത് തുടർ പ്രവർത്തനങ്ങളുടെ അഭാവം കൊണ്ടാണ്. ഇവിടെയാകട്ടെ നവീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നില്ല എന്ന് മാത്രമല്ല, ശുചീകരണം പോലും നടത്തുന്നില്ല എന്നാണ് ആക്ഷേപം. ചില മേഖലകളിൽ ഇത്രയും ശ്രദ്ധ മതി എന്ന അധികൃത മനോഭാവത്തിനാണ് മാറ്റം വരേണ്ടത്. ന്യൂസ് ഡെസ്ക് KCN.